ജിതിക ജിതേഷ് കൂടി ചേരുന്നു. ജിതിക, താങ്കൾ നമസ്കാരം. താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ജിതിക? നമ്മളിപ്പോ ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ ഓരോ പൊട്ടൽ വരുമ്പോഴും ഞങ്ങൾ ബാക്കോട്ട് പോയിട്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുക. നമ്മളിപ്പോ 3 ആളെ ഇവിടെ രക്ഷിച്ചിട്ടുണ്ട്. ഇത് ചൂരൽമലയിലാണോ, നിങ്ങൾ മുണ്ടക്കയിലാണോ നിൽക്കുന്നത്? മുണ്ടക്കായി മൊത്തം പോയിട്ടുണ്ട്. ഇവിടെ എവിടെയാ നിൽക്കുന്നത്? മുണ്ടക്കയിലാണോ? മുണ്ടക്കായില് മെയിനായ ബസ് വന്ന് തിരിക്കുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്. അതായത് ഇത് എൻഡാണ്. ഇത് മുണ്ടക്കായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൻഡാണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറെ കുടുംബങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുകയാണ്. അല്ല, അവിടെ ആരെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ എത്തിച്ചേരാൻ കഴിഞ്ഞോ മുണ്ടക്കയിൽ? ഇല്ല, ആരും എത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കും. ഞങ്ങളാണ് ഇവിടെ 2-3 ആൾക്കാരെ രക്ഷിച്ചിങ്ങോട്ട് കയറ്റി. എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങളൊരു 100ന്റെ അടുത്ത ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ ജിതികയുടെ വീട് മുണ്ടക്കയിലാണോ? അതെ, എന്റെ വീട് മുണ്ടക്കയ. ഈ വീട് എങ്ങനെ തകർന്നു പോയോ ഇതില്? ആ മൊത്തം പോയി. ആ പ്രദേശം ഒലിച്ചു പോയി എന്നാണോ പറയുന്നത്? മൊത്തം പോയി. ഓക്കെ. ജിതിക, 2-3 വീടുകൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. ജിതിക, അവിടെ ഏത് രീതിയിലുള്ള പ്രവർത്തനം വേണമെന്നാണ് ജിതിക ആവശ്യപ്പെടുന്നത്? ഇപ്പോ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രവർത്തനം വേണം. ഇനി വീടിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ കുടുങ്ങി കിടക്കണ്ടോന്ന് നമുക്കറിയില്ല. അവിടെ വീടിനുള്ളിലേക്കൊക്കെ പാറക്കൂട്ടങ്ങളും കഷ്ണങ്ങളും വന്നു കയറിയിട്ടുണ്ടോ? അതായത് നമ്മൾ നിക്കണോ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് അടിച്ച് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇനി വീടുകളിൽ 2-3 വീടുകൾ ഭാഗികമായിട്ട് തകർന്ന വീടുകളുണ്ട്. അവിടെ ഇനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോന്ന് അറിയില്ല. കുടുങ്ങി കിടന്ന 2-3 ആൾക്കാരെ ഞങ്ങൾ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു വയസ്സായ ഒരു സ്ത്രീയെ രക്ഷിച്ചു. പിന്നെ ഒരു 2 കുറച്ച് മുതിർന്ന ആൾക്കാരെയും കൂടി രക്ഷിച്ചിട്ടുണ്ട് നമ്മള്. ജിതിക നിൽക്കുന്നത് സേഫായ പ്രദേശമാണോ? സേഫ് അല്ല. നമ്മൾ സേഫ് അല്ല. ഓരോ പൊട്ടൽ വരുമ്പോഴും 3 പൊട്ടലാണ് പൊട്ടിയത്. രാവിലെ ഒരു 1:30ഓടെയാണ് പൊട്ടൽ തുടങ്ങിയത്. അപ്പൊ തൊട്ട് നമ്മള് ഓരോ പൊട്ടൽ പൊട്ടുമ്പോഴും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഏത് പ്രദേശം എക്സാക്ട്ലി? ഏത് പ്രദേശം? ഇപ്പോ നമ്മള് മുണ്ടക്കായി മെയിൻ. അത് പറഞ്ഞ സാറാ എങ്ങനെ അറിയാന്നറിയില്ല. ഇതൊരു എന്താണ് സംഭവം. ഇത് കഴിഞ്ഞ വേറെ സ്ഥലമില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടോ? കുട്ടികളുണ്ട്, മുതിർന്ന വയസ്സായവരും പ്രായമായവരും സുഖമില്ലാത്തവരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? കുടിക്കാൻ വെള്ളം ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. സങ്കടമാണ്. ജിതിക, യഥാർത്ഥത്തിൽ സേഫായ സ്ഥലത്തേക്ക് തന്നെ നിൽക്കുക. കാരണം അവിടുത്തെ സാഹചര്യം കൊണ്ട് ആ പാലമൊക്കെ പോയത് കൊണ്ടാണ് ഈ NDRF-നൊന്നും അവിടെ എത്താൻ പറ്റാത്തത്. എന്തായാലും സാറേ വേഗം ഇവിടെ ഉള്ളവരെങ്കിലും രക്ഷിക്കാനുള്ള ഒരു നടപടി എടുക്കാൻ പറയണേ. തീർച്ചയായിട്ടും ജിതിക, ധൈര്യമായിട്ടിരിക്കും ജിതിക. വളരെ സേഫായ സ്ഥലത്തേക്ക് മാറി നിൽക്കണം. മുണ്ടക്കായി മൊത്തം പോയി സാറേ. ഓക്കെ. മുണ്ടക്കായി ചൂരൽമല, അത് മുണ്ടക്കായി ഒഴുകി പോകുന്ന പുഴ ചൂരൽമലയിൽ കൂടെയാണ് പോവുക. എനിക്ക് കോള് വന്നതില് ചൂരൽമലയും പോയി എന്നാണ് പറയുന്നത്. ചൂരൽമലയിൽ കൂടെ അല്ല ഒഴുകി പോണേ. സാറേ എന്തെങ്കിലും ഇവിടെ ഉള്ളവരെ രക്ഷിക്കാന്. ഓക്കെ, മനസ്സിലായി ജിതിക. ജിതികയെ പോലെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ നിലവിളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വാർത്താ സംവിധാനങ്ങൾക്കും താറുമാറായിട്ടുണ്ട്. മാത്രമല്ല പല കുടുംബങ്ങളും മുണ്ടകൈ അപ്പാടെ തകർന്നുപോയി എന്നാണ് പല ആളുകളും അനുഭവങ്ങളുമായി നമ്മളെ വിളിക്കുന്നത്. ഇവരുടെ നിലവിളികൾക്ക് നേരെ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ സങ്കടം. ഇപ്പോൾ യഥാർത്ഥ രക്ഷാ സംവിധാനങ്ങൾ വികാരപരമാകാൻ പാടില്ല എന്നെനിക്ക് മനസ്സിലാകും. എന്നാലും ഈ പ്രദേശം, ഈ മുണ്ടകൈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ രക്ഷാസേനയ്ക്ക് കഴിയുന്നില്ല. ആഷ്മി താജ് ഇബ്രാഹിം കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ആഷ്മി, വല്ലാത്ത സാഹചര്യമാണ്. ജീവൻ കയ്യിലെടുത്ത് പിടിച്ച് നിലവിളിക്കുന്ന ജനങ്ങളെ കൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ഏറ്റവും വലിയ സങ്കടമായിരിക്കുന്നത്. 100-ലധികം ആളുകൾ മുണ്ടക്കൈ പ്രദേശത്ത് ഓരോ പ്രദേശത്തേക്ക് മാറി നിന്ന് സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത്. ഒരുപക്ഷെ നമ്മൾ സാധാരണ കേൾക്കുന്നതിനുള്ള ഏറ്റവും അപകടകരമായ നിലവിളികളാണ് ഇപ്പോൾ അവിടെ നിന്ന്, വയനാട്ടിൽ നിന്ന് വരുന്നത്.